Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള ആവേശം വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിച്ച് വോട്ട് പെട്ടിയിലാക്കിയെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഒരു വർഷം മാത്രമാണ് കാലാവധിയെങ്കിലും പാർട്ടി പ്രവർത്തകരെ പോലെ വോട്ടർമാരും തെരഞ്ഞെടുപ്പിനെ ഗൌരവത്തിലെടുത്തുവെന്നാണ് പോളിംഗ് ഉയർന്നതിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും സംവിധാനങ്ങൾ ഒരുക്കിയതിനാലും വോട്ടെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാനായി. വോട്ടിംഗ് മെഷീൻ തകരാർ പോലുള്ള പ്രശ്നങ്ങളും കാര്യമായി ബാധിച്ചില്ല. കാര്യമായ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. പ്രമുഖ സ്ഥാനാർത്ഥികളും നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ബൂത്തുകളിൽ സന്ദർശനം നടത്തി. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് രാവിലെ 7 മണിയോടെ നിലമ്പൂർ മുതിരി മാങ്കുളത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 202 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും മാതാവ് മറിയുമ്മയും കുടുംബത്തോടൊപ്പം വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല. അൻവർ രാവിലെ മുതൽ തന്നെ ബൂത്ത് സന്ദർശനത്തിനിറങ്ങി. നിലമ്പൂർ മാനവേദൻ സ്കൂൾ ബൂത്തിൽ വെച്ച് അൻവറും ഷൌക്കത്തും കണ്ടുമുട്ടിയപ്പോൾ കെട്ടിപ്പിടിക്കരുതെന്ന് അൻവർ ഷൌക്കത്തിനോട് പറഞ്ഞത് ഏറെ ചർച്ചയായി. PV അബ്ദുൽ വഹാബ് MP രാവിലെ 7 മണിക്ക് ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ വോട്ട് ചെയ്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിനെ മത്സരരംഗത്തിറക്കിയതോടെയാണ് നിലമ്പൂരിൽ മത്സരം പ്രവചനാതീതമായ സ്വഭാവത്തിലേക്ക് മാറിയത്. ആദ്യഘട്ടത്തിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന PV അൻവർ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മത്സരിക്കാനിറങ്ങിയതോടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ ആവേശകരമായി. നിലമ്പൂരിൽ മത്സരിച്ചേക്കില്ലെന്ന ആദ്യഘട്ടത്തിൽ സൂചന നൽകിയ BJP കൂടി മത്സരരംഗത്തേക്ക് വന്നതോടെ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതി കൂടി നിലമ്പൂരിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. 3 പതിറ്റാണ്ടിലേറെ നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ UDF രംഗത്തിറക്കിയത് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന PV അൻവറിന്റെ സമ്മർദ്ദത്തെ അവഗണിച്ചായിരുന്നു UDF ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത്. BJP മുൻ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് രംഗത്തിറക്കിയത്. 3ാം വട്ടവും അധികാരത്തിലെത്തുമെന്ന പ്രതീതി ഇടതുമുന്നണി സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിലെ പോരാട്ടം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിർണായകമാണ്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളും പിണറായി സത്തിനെതിരെ നിലമ്പൂർ വിധിയെഴുതുമെന്ന വിവരണവും ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ നിലമ്പൂരിൽ വിജയിക്കേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പ്രധാനമാണ്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുതൽ സർക്കാരിന്റെ വികസന പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി UDFനെ പിന്തുണച്ചത് വലിയ രാഷ്ട്രീയ വിഷയമായി ഇടതുമുന്നണി ഉയർത്തിയിരുന്നു. എന്നാൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസം RSSുമായി സഹകരിച്ചിരുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ അഭിമുഖത്തിലെ വെളിപ്പെടുത്തൽ ഇടതുമുന്നണിയെ വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് പ്രതിരോധത്തിലാക്കിയിരുന്നു. മലയോര കർഷകരുടെ നിലപാടും ആർക്കൊപ്പം എന്നതുമാകും നിലമ്പൂരിൽ നിർണായകമാകുക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ വോട്ട് ബാങ്കുകളുടെ പരമ്പരാഗത സ്വഭാവത്തിൽ വിള്ളൽ വീഴുമോ എന്നത് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് നിർണായകമാണ്. PV അൻവറും BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും ലക്ഷ്യമിടുന്നത് പ്രധാനമായും ഈ വോട്ട് ബാങ്കുകളെയാണ്. 23-ന് വോട്ടെണ്ണുന്നതോടെ നിലമ്പൂരിന്റെ വിധി അറിയും. കേരളത്തിന്റെയും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.